Most students are lazy. They are just making silly mistakes. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റുഡൻസ് മെയിനായിട്ട് പഠിക്കുമ്പോൾ വരുത്തുന്ന 3 മിസ്റ്റേക്സ് ആണ്. നമ്പർ 1, സ്റ്റഡിങ് വിത്തൗട്ട് എ പ്ലാൻ. ഒരു കറക്റ്റ് പ്ലാൻ പഠിക്കാനിരിക്കുന്നതിൻ്റെ മുന്നേ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഹാഫ് ഓഫ് ദ ടൈം ഇനി എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞു ഇനി അടുത്ത് എന്ത് ചെയ്യണം, ഈ സംഭവം ആലോചിച്ച് നമ്മുടെ സമയമൊക്കെ അങ്ങനെ തന്നെ പോകും. ഫസ്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് ആ പ്ലാൻ ഫോളോ ചെയ്യാൻ നോക്കുക. മിസ്റ്റേക്ക് നമ്പർ 2, പാസീവ് ലേണിംഗ്. പാസീവ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ലെക്ചേഴ്സ് ഇങ്ങനെ ഒരുപാട് ക്ലാസ്സസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് ഇങ്ങനെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കി ക്ലാസ് കണ്ടുകൊണ്ടിരിക്കും. അല്ലാതെ സ്വന്തമായിട്ടൊന്ന് പഠിക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാനോ പോലും നമ്മൾ നോക്കില്ല. ദർ ഇസ് എ സേയിങ്, നമ്മൾ ഒരു പ്രാവശ്യം കാണുക എന്ന് പറയുന്നത് 1000 പ്രാവശ്യം കേൾക്കുന്നതിന് തുല്യമാണെന്ന്. സോ നിങ്ങൾ പഠിക്കാനുള്ള എല്ലാ കാര്യവും സ്വന്തമായിട്ട് എഴുതി നോക്കുക, എന്നിട്ട് ആ നോട്ട്സ് പഠിക്കാൻ നോക്കുക. അല്ലാതെ വെറുതെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നാൽ നമുക്കിങ്ങനെ തോന്നും നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ടെന്ന്, പക്ഷേ ആക്ച്വലി നമ്മൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യമില്ല. മിസ്റ്റേക്ക് നമ്പർ 3, സീറോ റിവിഷൻ സ്ട്രാറ്റജി. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ പഠിക്കും, പക്ഷേ റിവിഷൻ ചെയ്യാൻ നമുക്കൊരു പ്ലാനും ഉണ്ടാവില്ല. ലൈക്ക് നമ്മുടെയൊക്കെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു പ്രാവശ്യം പഠിച്ചാൽ പിന്നെ മറക്കാനേ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതൊരു സ്ഥലത്ത് വായിച്ചതാണ്, നമ്മളൊരു സംഭവം പഠിച്ചിട്ട് ആദ്യത്തെ 8 മണിക്കൂറിൽ മറക്കുന്ന അത്ര നമ്മൾ നെക്സ്റ്റ് 2 വീക്സിന് മറക്കില്ല. അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പീരീഡ് വെച്ചിട്ട് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ കൊണ്ട് മറക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ 3 മിസ്റ്റേക്സ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ്സ് ഇൻസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ് ആവും. അപ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റഡി ടിപ്പായിട്ട് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.